എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം ജാമ്യമൊക്കെ കിട്ടി പുറത്തേക്ക് പോയിരിക്കുന്ന വാർത്തയും നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്തും അതേക്കുറിച്ച് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു വോയിസ് കോൾ കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. ഞെട്ടിയെന്ന് മാത്രമല്ല, ഞെട്ടിത്തരിച്ച് തന്നെ പോയി. അപ്പോൾ എന്തായാലും ആ ഒരു വോയിസ് കോൾ കേൾക്കുന്നതിന് മുമ്പായിട്ട് ഏതാണ്ട് ഇപ്പോൾ 1 മണിക്കൂർ, ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിന് 1 മണിക്കൂറിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടവും ഹാഷ്മിയും കൂടി തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരനെ പെടുത്തിയതാണ് എന്നാണ് പറയുന്നത്. വ്യാജ പരാതി കൊടുത്തിട്ട് കുറച്ച് CPMകാരും ചിലരും ഒക്കെ കൂടി ചേർന്നിട്ട് പുള്ളിയെ പെടുത്തി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഹാഷ്മി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നോ രണ്ടോ പരാതിയാണെങ്കിൽ പിന്നും എന്തെങ്കിലും ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയാം. അതേസമയം ഇതിപ്പോ 1 അല്ല 2 അല്ല 3 അല്ല പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ തിരിച്ച് ഹാഷ്മി ചോദിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഷ്മി എന്ന് പറയുന്ന ആ ഒരു ചാനൽ അവതാരകന്റെ ഒരു സംസാര ശൈലി എന്ന് പറയുന്നത്, പുള്ളിക്കാരനെ സംസാരിച്ച് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. എന്ത് കാര്യവും വെട്ടി തുറന്ന് ആരുടെയും മുഖം നോക്കാതെ തന്നെ സംസാരിക്കുന്നു എന്നതാണ് ഈ ഒരു പുള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം നമുക്കിപ്പോൾ തൽക്കാലം കേൾക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു വോയിസ് കോളിലേക്ക് വരാം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വത്തിലുള്ള വിശ്വാസം ഉറപ്പാൻ കോടതി വാങ്ങില്ല. പക്ഷേ രാഹുൽ എങ്ങനെയാണ് ഇപ്പോഴും നിരപരാധിയാണെന്ന് പറയാൻ കഴിയുക? രാഹുലിനെതിരെ 1 പരാതിയാണോ 2 പരാതിയാണോ? പരാതികൾ 3 പരാതികൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ശരി, രാഹുലിന്റെ വിശ്വാസം രാഹുൽ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തുന്നതാണ്. പക്ഷേ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ എന്ന് പറയുന്ന മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ്. ആ പരാതികൾ ഗുരുതരമായ ആരോപണമാണ്. അല്ലെ, ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഒരു വലിയ സംഘം, ആ സംഘത്തിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ സംഘത്തിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ടുള്ള കിങ് പിൻ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് പറയാം? ഒരു കിങ് പിൻ ഉണ്ട്. അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ, ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ണർ, കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രൈറ്റർ. അവരെന്നെ പറ്റി മാത്രമല്ല വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും. ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രൈറ്ററാണ് അവർ. പിന്നെ CPMന്റെ ചേർന്ന് നിൽക്കുന്ന 2 പേർ, ഇവരുടെ ഒരു സംഘം. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് എന്നെ പറ്റി ഇങ്ങനെ കഥകൾ പറയാണ്. അയാളോട് മിസ്ബിഹേവ് ചെയ്തു, അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇയാളോട് മെസ്സേജ് അയച്ചു. ശ്രീ ഹാഷ്മി ആരുടെ കാര്യം എന്നോട് പേഴ്സണലി ചോദിച്ചു. അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആരുടെ കാര്യം ചോദിച്ചു. ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് തരാം, എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം. ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിൽ ആരും അവരറിഞ്ഞിട്ടല്ല പറയുന്നത്, പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് വെച്ച് ചോദിക്കാം. ഒരു 1 സൈഡഡ് കൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുമെങ്കിൽ താങ്കൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു വോയിസ് കോളിനെ പറ്റിയിട്ട് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും ഒരു അതിജീവിതയും തമ്മിലുള്ള ഒരു വോയിസ് കോളാണ് അത്. ഇന്ന് ഏതാണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ 9 മണിക്കൂറോളം മാത്രമേ, 9 മണിക്കൂർ തികച്ച് ആയിട്ടില്ല ആ ഒരു വോയിസ് കോള് ഒരു ചാനൽ വഴി, അതായത് ഒരു ന്യൂസ് ചാനലാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ചാനലിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വൈറലായ ആ ഒരു വോയിസ് കോൾ കേട്ടിട്ട് വരാം. വോയിസ് കോൾ കുറച്ച് ലെന്ത് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്പീഡാക്കി തന്നെ കേൾക്കാം. അല്ല, ഞാൻ നോക്കട്ടെ, മാനേജ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. എന്നെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളെ കുറിച്ച് ഞാൻ എന്തിനാണ് ബോധിപ്പിക്കാൻ വരുന്നത്? അപ്പൊ താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളെ ഞാൻ എന്തിനാണ് ബോധിപ്പിക്കുന്നത്? തനിക്ക് ഒരു സ്നേഹവും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ശരി, തന്നെ ബാധിക്കത്തില്ല. ഞാൻ ഉറപ്പ് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ വൃത്തികെട്ട? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. തന്നെ പോലെ അല്ല അവർ, പക്ഷേ കുറച്ച് മനുഷ്യത്വമുള്ളവരാ. ഇല്ല, അവരെന്താ അവരുടെ ഒപ്പീനിയൻ പറയട്ടെ. അവർ 3 ദിവസം എന്റെ കൂടെ നിന്നില്ലേ? അവരോട് ഞാൻ പറയും. പക്ഷെ അവർ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പറയണം എന്നുള്ളത് മാത്രമാണ്. തന്നെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാനപ്പോ അവരോട് പേര് പറയാം. തന്നെ ബാധിക്കത്തില്ല. താനെന്താ വിചാരിക്കുന്നത്? അവർ തന്റെ പിന്നാലെ വരുന്നോ? പിന്നെ അവർക്ക് അതല്ലേ പരിപാടി. താനെന്തിനാ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തത്? ഇപ്പൊ എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്താ അർത്ഥത്തിലാണ്? കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം പറഞ്ഞല്ലോ.
അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ടാണ്, അല്ല എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. അല്ല, ഒരിക്കലുമല്ല. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നല്ലോ. എന്റെ സുഹൃത്തുക്കളെ എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവർ എത്രയോ വട്ടം എന്നോട് ചോദിച്ചു. പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് താൻ ലൈഫ് ലോങ് സമാധാനമില്ലാതെ ജീവിക്കണ്ടോ? തന്നോട് ജീവിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോ? എന്റെ കാര്യം നോക്കണ്ട പോരെ? തന്റെ ടെമ്പർ തെറ്റുമ്പോൾ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന വസ്തുവൊന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? കേട്ടോ, ലൈഫിൽ കൊണ്ടുവരും. എനിക്കൊരു ആദർശമില്ല. എനിക്കൊരു ആദർശമില്ല. നീ താൻ കാണിച്ചത് നമ്മൾ കൂട്ടുപങ്കാളിയാണല്ലോ ആദർശമുള്ള കാര്യം കാണിച്ചപ്പോൾ. ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് സമാധാനം തനിക്ക് മാത്രം മതി അല്ലേ? ഞങ്ങൾക്കൊന്നും വേണ്ട സമാധാനം. ഞാൻ താൻ എന്റെ ഫ്രണ്ട്സിനെ എപ്പോഴും പറയുന്നുണ്ടല്ലോ, താൻ മതി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അവരെന്നും ഇവിടെ വന്ന് ടെൻഷൻ അടിച്ച് എന്റെ കാര്യം ഓർത്താണ് ടെൻഷൻ അടിക്കുന്നത്, സ്വന്തം കാര്യം ഓർത്തിട്ടല്ല, കേട്ടോ. താൻ എന്റെ കാര്യം ഓർക്കുന്നുണ്ടോ? പിന്നെ ഞാൻ തന്റെ കാര്യം ഓർക്കുന്നത്. എനിക്കിപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു ഭാഗമാണ്. എനിക്ക് അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ സൂസൈഡ് ചെയ്യും. ഞാൻ സൂസൈഡ് ചെയ്യും. എനിക്ക് അങ്ങനെ ജന്മത്തിൽ സമാധാനം ഇല്ലാതെ എനിക്ക് ജീവിക്കണ്ട. ഓക്കെ, നിങ്ങൾ മരിക്കും, ഞാൻ മരിക്കാം. തന്റെ ലൈഫ് ഇവിടെ സ്പോയിൽ ചെയ്യാൻ ആരും വരുന്നില്ലടോ, ആരും വരുന്നില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. തന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്താണ്? ഞാൻ വീട്ടിൽ പറയുന്നില്ല. അത് ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. തനിക്ക് എന്താണ്? എടോ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് മാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ മുമ്പ് ഒരു ഓഫർ വന്നത്, പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്തില്ലായിരുന്നു. ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നടക്കുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ. നടക്കുമല്ലോ. ഞാൻ ഡൽഹിയിലോട്ട് ട്രാൻസ്ഫർ പഠിക്കും. എന്തായാലും എന്റെ അച്ഛനും ഇത്രയും ദൂരം തന്നെ കാണാനൊന്നും പോകുന്നില്ല. ഒരു 6 months അവിടെ നിൽക്കും. അതിനുശേഷം എന്താ തീരുമാനിക്കും? അതുണ്ടായിട്ട് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് കൊന്നു കളയാൻ എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോട്ട് നല്ല സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാൾ സംബന്ധിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. എനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. തന്നോട് പറഞ്ഞു ഏറ്റെടുക്കാൻ പറഞ്ഞോ? എടോ, ഞാൻ തന്നോട് വീണ്ടും പറഞ്ഞു കഴിഞ്ഞു തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താനെങ്ങനെ പഠിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ പറ്റത്തില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. അതെ, അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. അത് ഞാൻ മാനേജ് ചെയ്തോളാം പറഞ്ഞല്ലോ. ഞാൻ മാനേജ് ചെയ്തോളാം. അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്ന് ആലോചിക്കട്ടെ. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താന്ന്? അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓ, അങ്ങനെയാണ്. അപ്പൊ താൻ തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളിന് ഞാൻ എന്തിനാ എടോ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. എടോ, മര്യാദയ്ക്ക് സംസാരിക്കേ കേട്ടോ. എനിക്ക് തന്റെ അത്ര തരംതാഴാൻ പറ്റത്തില്ല. താൻ മിടുക്കനായിട്ടാണല്ലോ ഇതിപ്പോ വന്നത്. താൻ ഭയങ്കര മിടുക്കനാണ്. താൻ എന്തോ പറയും. എന്ത് ഓപ്ഷനാണ്? ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത്. എനിക്കതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ തന്നെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അത് തന്റെ പേര് പറയുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ താനുണ്ടായിരുന്നോ? എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തല കുലിച്ചാണ് നിൽക്കുന്നത്. അറിയാവോ? നിങ്ങളുടെ നാടകം നിർത്താൻ നിങ്ങൾ ഇത്രയും നേരം എന്താ സ്നേഹ നാടകം കളിച്ചോണ്ടിരിക്കുവായിരുന്നോ?
താനാണ് സ്നേഹനാടകം കളിച്ചത്, ഞാനല്ല. താൻ തന്നെയാണ് സ്നേഹനാടകം കളിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത്. അതെ, താൻ ആണ് ഫേക്ക് ആയിട്ടുള്ള സ്നേഹം കാണിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത്. എന്നിട്ട് താൻ പറഞ്ഞു ഞാൻ എന്താ ട്രാപ്പ് ചെയ്തെന്നോ? അതെ അതെ, ഒന്നുമില്ല. എനിക്ക് തന്നോട് പറഞ്ഞു ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ പ്ലാൻ എന്തായാലും തന്നെ എഫക്ട് ചെയ്യില്ലെന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് നോക്കാലോ. തന്റെ ആണോന്ന് തനിക്ക് ബോധ്യപ്പെടണോ? അനാവശ്യം പറഞ്ഞല്ലോ, അനാവശ്യം. എങ്കിൽ നമുക്കത് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്കത് തന്റെ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്കത് നോക്കാലോ. ഇപ്പൊ തന്നെ നോക്കാലോ. അല്ല, ഇന്നത്തെ കാലത്ത് സയൻസ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. തന്റെ ആണോ അല്ലയോ ഇപ്പൊ നോക്കാലോ. പിന്നെ താൻ എന്താ പറയുന്നത്? തന്റെ അല്ലയോന്നോ? താൻ അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞല്ലോ. തന്നെ ആണോ അല്ലയോ ഞാൻ തെളിയിച്ചു തരാം. താൻ എന്താ വിചാരിച്ചത്? താൻ ആരാണെന്നാണ് തന്റെ വിചാരം? താൻ ആരാണെന്നാ തന്റെ വിചാരം? താൻ പറഞ്ഞല്ലോ നിന്റെ ഫ്രണ്ട്സിന്റെ അത്ര കഴിവ്. എന്താ ഫ്രണ്ട്സിന് എന്റെ അത്ര കഴിവുണ്ടോ? അവർക്ക് കഴിവില്ലായിരിക്കും, അവർക്ക് മനസാക്ഷിയും സ്നേഹവും ഉണ്ട് കേട്ടോ. താൻ കാണിക്കുന്നതാണോ സ്നേഹം? അല്ല, താൻ കാണിക്കുന്നതാണോ സ്നേഹം? തന്റെ ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കൂ. താൻ ഏക്കണോന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അത് താൻ അറിയണ്ട. അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. തന്റെ ഉണ്ടോ ഇല്ലയോ? തന്റെ ഇല്ലാതെ ഒരു കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുവോ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അത് എന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? താൻ എന്തിനാ ഇങ്ങനെ ഇടയ്ക്ക് കിടക്കുന്നത്? താൻ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്ക് കിടക്കുന്നത്? ഓക്കെ, അങ്ങനെ വിചാരിച്ചാ മതി. അങ്ങനെ വിചാരിച്ചാ മതി കേട്ടോ. താൻ കൈകാര്യം ചെയ്യേ. തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. തന്നോട് ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസിക്കും വരത്തില്ല എന്ന് പറയുമ്പോ പിന്നെന്തിനാ താൻ ഇങ്ങനെ നടന്ന് പഠിക്കുന്നത്? ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്ങനെ എന്തായാലും തന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല. അല്ല, ഉറപ്പായിട്ടും അല്ല. ഞാൻ എന്താ അവിടെ? ഞാൻ നിങ്ങളെ പോലെ അല്ലല്ലോ. തന്നെ പോലത്തെ കഴിവുള്ള ആളൊന്നും അല്ലല്ലോ. കണ്ടില്ലേ, ശരിക്കും ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പുള്ളിക്കാരന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു വാദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒത്തിരി യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ടല്ലോ, അത് പരമാവധി പല സ്ത്രീകളും അനാവശ്യമായിട്ട് ദുരുപയോഗപ്പെടുത്തുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ പുള്ളിക്കാരന് വേണ്ടിയിട്ട് നമ്മളൊക്കെ കുറച്ചധികം ഘോരമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഈശ്വറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ കുറച്ചധികമായിട്ട് മെൻസ് കമ്മീഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു മെൻസ് കമ്മീഷന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു കേസ് നടന്ന സമയത്ത് തന്നെ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും രാഹുൽ ഈശ്വറിനും ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നതും നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കേസും സംഭവങ്ങളൊക്കെ നടന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയ ആ ഒരു സമയത്ത് നമ്മളൊക്കെ വാദിച്ചിരുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാളുടെ ഈ ഒരു വോയിസ് കോൾ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് തോന്നിയത്. പിന്നീട് ആ ഒരു പരാതിയിൽ കൊടുത്ത ആ ഒരു ബലാത്സംഗം എന്നൊരു ആ ഒരു വാചകത്തിൽ മാത്രം ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കില്ല. കാരണം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ആ ഒരു കൂടിച്ചേരലിന് പിന്നീട് ബലാത്സംഗം എന്നൊരു പേര് പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരന് അത്ര വലിയ ക്ലീൻ ചീറ്റ് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം പുള്ളിയുടെ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ വരെ നമ്മൾ ഇയാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പക്ഷേ ഇയാൾ പറയുന്ന ആ ഒരു തെറികളും അനാവശ്യങ്ങളും ചീത്ത വിളികളും ഒക്കെ ഉണ്ടല്ലോ, വളരെ മോശം എന്നേ പറയാനുള്ളൂ. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ആ ഒരു സ്ത്രീ മാക്സിമം മാന്യതയുടെ ഉള്ളിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഒട്ടും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ തന്നെ വളരെയധികം കൺട്രോൾ ചെയ്തിട്ടാണ് ആ ഒരു സ്ത്രീ സംസാരിക്കുന്നത്. പക്ഷെ ആ ഒരു സ്ത്രീയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഈ ഒരു സംഭവം പുള്ളിക്കാരനുമായിട്ടുള്ള ഈ ഒരു സംസാരം റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അവർ വളരെയധികം
അതുപോലെ തന്നെ ഇയാൾ തെറി പറയുന്ന സമയത്തും തിരിച്ച് മാറിപ്പോടാ ഡാഷ് എന്ന് വിളിക്കാതെ തന്നെ മാക്സിമം ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിന്ന് സംസാരിക്കുന്ന രീതിയിലൊക്കെ പുള്ളിക്കാരത്തി സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് എന്ന് കേൾക്കുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന പുള്ളിക്കാരന് വേണ്ടിയിട്ട് വാദിക്കുന്നവർ ഇതുപോലെയുള്ള വോയിസ് കോളുകളൊക്കെ ഒന്ന് കേൾക്കുക. ഈ പറയുന്ന സ്ത്രീകളെ എന്നും 1% പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇവരാരും പ്രായപൂർത്തി ആവാത്ത കുട്ടികളല്ല. ഇപ്പോൾ പ്രായപൂർത്തി ആവാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ അതിനെ പറഞ്ഞു പറ്റിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ മുതിർന്ന സ്ത്രീകളാണ്, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തീച്ചൂളയിലേക്ക് എടുത്തു ചാടുന്ന ഈയാമ്പാറ്റകളെ പറ്റിയിട്ടൊന്നും കൂടുതൽ പറയാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ആരും ഒട്ടും വെടിപ്പല്ല എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കുക. ആരും രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ട് കമൻറ്റ് ഇടാനായിട്ട് നിൽക്കല്ലേ. ശരിക്കും മനുഷ്യത്വപരമായിട്ടുള്ള കമൻറ്റുകൾ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.